ഇതുപോലെയുള്ളൊരു പവർ ബാങ്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നിർമ്മിച്ചെടുക്കാം. ഇതിനു വേണ്ടി നമ്മൾ ഓൺലൈനിൽ നിന്നും ഇതുപോലുള്ളൊരു പവർ ബാങ്കിൻ്റെ കേസ് വാങ്ങിക്കാൻ കിട്ടും. ഇതിനൊരു 120ഓളം രൂപയെ വരുന്നുള്ളൂ. ഇതിനുള്ളൊരു പവർ ബാങ്കിൻ്റെ മോഡ്യൂളും ഒരു ചാർജിങ് മോഡ്യൂളും അതുപോലെ കേസും അതിൻ്റെ ബാറ്ററി വെക്കാനുള്ള സ്ഥലവുമാണ് ഇതിലുണ്ടാവും. ഇതിൽ ബാറ്ററി ഉണ്ടാവില്ല. അതിന് ശേഷം നമ്മൾ ഇത് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഉണ്ടാവില്ല. ഇതിങ്ങനെ മാത്രമേ കിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു ബോർഡും ബാറ്ററി ഇൻസർട്ട് ചെയ്യാനുള്ള സ്ഥലം മാത്രം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ അഴിച്ചെടുക്കുക. അതിന് ശേഷം ഇതുപോലുള്ളൊരു 18650 ബാറ്ററി ഉണ്ട്. 18650 3.7 വാട്ടിൻ്റെ ബാറ്ററി. ഇത് പല MAHകളിൽ കിട്ടും നമുക്ക്. ഞാനിപ്പോൾ ഉപയോഗിച്ചാൽ 2600 MAH ആണ്. പിന്നെ 1200 MAHൻ്റെ ഒക്കെ ഉണ്ട്. 800 MAH കാണാൻ പറ്റും. മേടിക്കുമ്പോൾ ഒരു 2600 MAHൻ്റെ എങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററി മേടിക്കുക. തീരെ വില കുറഞ്ഞത് മേടിക്കരുത്. ഒരു 150ൻ്റെ അടുത്ത് 130 150 രൂപ റേഞ്ചുള്ളൊരു ബാറ്ററി മേടിക്കുക. പിന്നെ അതിൻ്റെ ബാറ്ററിയുടെ കട്ടി നോക്കുക. കുറച്ച് വെയിറ്റുള്ള ബാറ്ററി ആയിരിക്കും കൂടുതൽ ചാർജ് നിൽക്കുക. നല്ല ക്വാളിറ്റി ബാറ്ററിയാണ്. എന്നിട്ട് ഒരു ബാറ്ററി ഇങ്ങനെ മേടിച്ചിട്ട് ഇതിൻ്റെ ഇവിടെയാണ് പ്ലസ്സും ഇവിടെ മൈനസ് ഭാഗം. ഇങ്ങനെ ഇത് ഇൻസർട്ട് ചെയ്ത് ഇതിലിങ്ങനെ ഇൻസർട്ട് ചെയ്യുക. അതിന് ശേഷം ഈ കേസിൽ ഇങ്ങനെ ഇൻസർട്ട് ചെയ്യുക. അതിന് ശേഷം ഈ ക്യാപ്പ് അടച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നമ്മുടെ ഫോൺ ചാർജർ ഉപയോഗിച്ചിട്ട് ഇത് ചാർജ് സാധാരണ പവർ ബാങ്കിൻ്റെ ഫങ്ഷൻ തന്നെ. ഇതിലൊരു 5 വാട്ട് USB ഔട്ട്പുട്ട് ഇവിടെ ഉണ്ട്. ഇത് നല്ല നമുക്ക് ബാഗിലൊക്കെ വെച്ച് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു നല്ല പവർ ബാങ്കാണിത്. വെയിറ്റും കുറവായിരിക്കും മറ്റു പവർ ബാങ്കുകളെ അപേക്ഷിച്ച്. പിന്നെ കൂടുതൽ ചാർജ് ചെയ്യാനൊന്നും പറ്റില്ല. ബാറ്ററിയുടെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും അതിൻ്റെത്. എന്നാലും ഒരു അത്യാവശ്യം ഒരു ഫോണൊക്കെ കുറച്ച് നേരമൊക്കെ ചാർജ് ചെയ്യാൻ ഇത് ധാരാളമാണ്. അതുപോലെ നമുക്ക് കറണ്ടൊക്കെ പോകുമ്പോൾ ഇതുപോലെ USB ലൈറ്റുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു 10-15 രൂപ വരെ USB ലൈറ്റുകളാണ്. ഇതൊക്കെ ഓൺലൈനിൽ കിട്ടുന്നതാണ്. ഇതൊക്കെ നമുക്കിങ്ങനെ ഇതിലൊക്കെ കുത്തിവെച്ച് എമർജൻസി ലൈറ്റായിട്ട് ഉപയോഗിക്കാനും പറ്റും. അങ്ങനെ പല ഉപയോഗങ്ങളുണ്ട്. ഇത് നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആ ബാറ്ററിയും മേടിക്കണം. അതിനൊരു 150 രൂപയുടെ ഉള്ളിൽ വരും. പിന്നെ ഇതുപോലത്തെ ഒരു 115 രൂപ വരെ ഈ പവർ ബാങ്കിൻ്റെ കേസും മേടിക്കണം. ഇതും ഓൺലൈനിൽ കിട്ടുന്നതാണ്. ഇതും പല വിലയിലാണ് പല സൈറ്റുകളിലുള്ളത്. ഇത് രണ്ടും ഓൺലൈനിൽ കിട്ടിയതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഒരു പവർ ബാങ്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും.